നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. കമ്പനി LGSന്റെ പഠനമൊക്കെ എവിടെ വരെയായി? തീരാറായോ? പ്രിലിംസും ഉണ്ട്, മെയിൻസും ഉണ്ട്. അപ്പൊ ഞാൻ ഇന്ന് നൽകാൻ പോകുന്നത് ഒരു 50 ഹോട്ട് ടോപ്പിക്സിന്റെ ലിസ്റ്റ് ആണ്. ഈ 50 ഹോട്ട് ടോപ്പിക്സ് പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാൻ പറ്റും. കാരണം PSC ചോദിക്കുന്ന കോർ ടോപ്പിക്സ് ആണ്. LGS പരീക്ഷകളിൽ PSC എന്തായാലും ഈ 50 ടോപ്പിക്സിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പൊ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടിക്കോളാം, ഹർഷിതം എഡ്യൂടെക് ഫാമിലി മെമ്പർ ആകുക. പിന്നെ ഇതിന്റെ PDF നമ്മുടെ ടെലഗ്രാമിൽ ഞാൻ ഇട്ട് തന്നേക്കാം. വേണമെന്നുണ്ടെങ്കിൽ S എന്ന് താഴെ എന്ന് പറഞ്ഞാൽ മതി. ഏതായാലും ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് വെച്ചോളൂ. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും. സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പൊ ഗോൾഡൻ 50 ഹോട്ട് ടോപ്പിക്സിലേക്ക് പോകാം. ആദ്യത്തെ ടോപ്പിക് കേരളത്തിലെ പ്രക്ഷോഭങ്ങളാണ്. കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ നിങ്ങൾ എന്തായാലും നോക്കണം. അതിൽ 2 പ്രക്ഷോഭങ്ങൾ ഇരുത്തി അങ്ങ് നോക്കിക്കോ. അതാണ് കുറിച്യ ലഹളയും വൈക്കം സത്യാഗ്രഹവും. എന്തായാലും ചോദ്യം ഉണ്ടാകും. അതിൽ പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ കുറിച്യ ലഹളയാണ്. കുറിച്യ ലഹള ഒരു ചോദ്യ പേപ്പറിൽ തന്നെ 2ഉം 3ഉം ചോദ്യം വരെ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ നോക്കുക. കുറിച്യ ലഹള, വൈക്കം സത്യാഗ്രഹം എവിടെ നിന്ന് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ നോക്കി വെച്ചോളാം. ഓക്കെ, അടുത്ത ടോപ്പിക് മൗലിക അവകാശങ്ങളാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എപ്പോഴും ചോദിക്കും, ഹോട്ട് ടോപ്പിക് ആണ്. അടുത്തത് മൗലിക കടമകൾ. അപ്പൊ മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ രണ്ടും പഠിക്കണം. പഞ്ചവത്സര പദ്ധതികൾ മെയിൻസിലേക്ക് വരുമ്പോൾ ഞാൻ പ്രിലിംസും മെയിൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് തന്നേക്കുന്നത്. അപ്പൊ മെയിൻസിനായാലും നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് തന്നെ പഠിച്ചാൽ മതി. പഞ്ചവത്സര പദ്ധതികൾ പഠിച്ചേക്കണം. ഇന്ത്യൻ ഭൂപ്രകൃതി, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളും ഭൂപ്രകൃതിയും അതിർത്തിയും എല്ലാം കൂടെ വരുന്ന ഇന്ത്യൻ ഭൂപ്രകൃതി നന്നായിട്ട് നോക്കുക. പിന്നെ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ. കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ പഠിക്കുമ്പോൾ ജില്ലകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫാക്ട്സ് നോക്കുക, പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അപ്പോ കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ നോക്കിയേക്കാം. ഇനി കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ, താപവൈദ്യുത പദ്ധതിയായാലും ജലവൈദ്യുത പദ്ധതിയായാലും എല്ലാം നോക്കിയിരിക്കുക. ഓക്കെ, കേരളത്തിലെ വൈദ്യുത പദ്ധതിയാണ് ഞാൻ മൊത്തത്തിൽ കൊടുത്തത്, വൈദ്യുത പദ്ധതികൾ എന്ന് കൊടുത്തത്. അപ്പൊ ജലവൈദ്യുത പദ്ധതി പഠിക്കണം, താപവൈദ്യുത പദ്ധതി പഠിക്കണം, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി എല്ലാം നോക്കുക. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നന്നായിട്ട് നോക്കുക. കറണ്ട് അഫെയറിൽ ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് കേരളത്തിലെ കായലുകൾ, നദികൾ. എന്തായാലും ചോദ്യം വരും. കേരളത്തിലെ കായലുകൾ, നദികൾ. അപ്പൊ ഈ ഹോട്ട് ടോപ്പിക്സ് ഓരോ ദിവസം ഞാൻ ഈ PDF തരാം. നിങ്ങൾക്ക് PDF വേണമെന്നുണ്ടെങ്കിൽ S എന്ന് താഴെ എന്ന് പറഞ്ഞേക്കണേ. അപ്പൊ ഈ PDFിലെ ഓരോ ടോപ്പിക് ആയിട്ട് അല്ലെങ്കിൽ 2 ടോപ്പിക്കോ 3 ടോപ്പിക്കോ ആയിട്ട് ഓരോ ദിവസം കവർ ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. എന്നിട്ട് വീണ്ടും ഈ ടോപ്പിക്കിലൂടെ നിങ്ങൾ റിവിഷനും കൂടി അടിച്ചേക്കണേ. അടുത്തത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ. എന്തായാലും ചോദ്യം പ്രതീക്ഷിക്കും. അപ്പൊ ഒരു 10 ടോപ്പിക് കിട്ടിയല്ലോ. ഓക്കെ, അപ്പോ നമ്മുടെ LGS ബാച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. LDCയുടെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ LGSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് വേരിയസ് LGS. ഈ വർഷം വിളിക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട പോസ്റ്റ് ആണ് വേരിയസ് LGS. 14 ജില്ലകളിലേക്ക് LGS പരീക്ഷ നടക്കാനിരിക്കുന്നു. അപ്പോ LGS 2026-27 പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോളാം. അപ്പോ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത PDF നോട്ട് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും. പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് ഈ ഒരു ബാച്ച് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബാച്ചും ടൈം ടേബിൾ അനുസരിച്ച് തന്നെ പോകുന്ന ബാച്ചാണ്. അപ്പോൾ ഒരു ദിവസം ഒരുപാടൊന്നും പഠിക്കാൻ കാണത്തില്ല. 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ ഒക്കെ തന്നെ പഠിക്കാൻ കാണത്തുള്ളൂ. അപ്പൊ ഞാൻ LDCയിൽ പറഞ്ഞതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കായാലും പഠനത്തിൽ ഗ്യാപ്പ് വന്നവർക്കായാലും വീട്ടമ്മമാർക്കായാലും സ്റ്റുഡൻസിനായാലും ബിഗിനേഴ്സിനായാലും ആർക്കായാലും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ബാച്ച് തന്നെയാണ് LGS ബാച്ച്. അപ്പൊ LGS ആവുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷോ മലയാളമോ IT ഒന്നും തന്നെ പഠിക്കേണ്ടതായിട്ടില്ല. LGSന്റെ സിലബസിൽ ആകെയുള്ളത് GK, സയൻസ്, കറണ്ട് അഫയേഴ്സ്, മാത്സ്, മെന്റൽ എബിലിറ്റി. നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് നിങ്ങൾക്ക് ഉന്നത റാങ്കിൽ തന്നെ എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. എത്രയും വേഗം തന്നെ ബാച്ചിൽ അഡ്മിഷൻ എടുത്തോളാം. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. iPhone യൂസ് ചെയ്യാം, ആൻഡ്രോയിഡ് ഫോണിൽ യൂസ് ചെയ്യാം, കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലിമിറ്റഡ് സീറ്റ്സ് മാത്രം. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോണേ. അടുത്ത ടോപ്പിക്സ് നോക്കാം. ആദ്യത്തെ 10 പറഞ്ഞു, അടുത്ത 10 നോക്കാം. നൊബേൽ സമ്മാനം. നൊബേൽ സമ്മാനം 2024-ഉം 2025-ഉം നോക്കി വെച്ചോളൂ കേട്ടോ. അടുത്തത് വിറ്റാമിനുകളും അപര്യാപ്തത രോഗങ്ങളും. എന്തായാലും ചോദ്യം വരും. വിറ്റാമിനുകളും അപര്യാപ്തത രോഗങ്ങളും. ശബ്ദം നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചോ. ശബ്ദത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ജീവിതശൈലി രോഗങ്ങൾ.
രോഗങ്ങളും രോഗകാരികളും എന്ന ടോപ്പിക് എന്തായാലും നോക്കണം. അപ്പൊ ജീവിതശൈലി രോഗങ്ങൾ അല്ലാത്ത ബാക്ടീരിയ രോഗങ്ങൾ, വൈറസ് രോഗങ്ങൾ, ഫംഗസ് രോഗങ്ങൾ, അതിന്റെ രോഗകാരികൾ, പിന്നെ വിറ്റാമിനുകളും ഡെഫിഷ്യൻസി ഡിസീസസും, മറ്റു രോഗങ്ങളും മൊത്തമായിട്ട് തന്നെ പഠിച്ചു വെച്ചോളൂ. മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 3-4 ചോദ്യം അതിൽ നിന്ന് തന്നെ ചോദിക്കാറുണ്ട്. ഇനി കേരളത്തിലെ പദവികൾ, ഇന്ത്യയിലെ പദവികൾ, കറണ്ട് അഫെയർ ആണ്. 2026 നിങ്ങൾ പഠിച്ചിട്ട് പോകുന്ന ആ ഡേറ്റ് വെച്ചിട്ടുള്ള കേരളത്തിലെ പ്രധാന പദവികളും ഇന്ത്യയിലെ പ്രധാന പദവികളും. ഇനി കേരളത്തിലെ നവോത്ഥാന നായകരെ നോക്കണം. അതിൽ പ്രധാനപ്പെട്ട ആൾക്കാർ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, കുമാര ഗുരുദേവൻ, വൈകുണ്ഠ സ്വാമികൾ. ഈ 5 പേരെയും ചുറ്റിപ്പറ്റിയായിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇവരുടെ കൃതികൾ, പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളുടെയും കൃതികൾ തന്നിട്ട് ചുവടെ തന്നിരിക്കുന്നതിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയിൽ ഉൾപ്പെട്ടത് ഏത്, ചട്ടമ്പി സ്വാമിയുടെ ആയാലും അങ്ങനെ ചോദിക്കും. അപ്പൊ ഈ 5 പേരെ ചുറ്റിപ്പറ്റി എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, അയ്യങ്കാളി, കുമാര ഗുരുദേവൻ, വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, അടുത്ത് പഠിച്ചു വെക്കേണ്ടത് കണ്ണ്, ചെവി മസ്റ്റ് ആയിട്ടും പഠിച്ചു വെച്ചോ. എപ്പോഴും ചോദ്യം ചോദിക്കാറുണ്ട് LGS നിലവാരത്തിൽ. ഇനി നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ ലാഹോർ കോൺഗ്രസ് സെഷൻ എപ്പോഴും ചോദിക്കാറില്ലേ? ലാഹോർ കോൺഗ്രസ് സെഷൻ 1929 ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള ലാഹോർ കോൺഗ്രസ് സെഷൻ എന്തായാലും പഠിച്ചു വെക്കുക. ക്വിറ്റ് ഇന്ത്യ സമരം, നിസ്സഹരണ പ്രസ്ഥാനം, ഇത് മാത്രം പോരാ, ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ലാഹോർ കോൺഗ്രസ് സെഷൻ, ക്വിറ്റ് ഇന്ത്യ സമരം, നിസ്സഹരണ പ്രസ്ഥാനം. അടുത്തത് കേരളത്തിലെ നിലവിലെ മന്ത്രിസഭയും മന്ത്രിമാരും. ഓക്കെ, ഇനിയിപ്പോ മാറുവാണെങ്കിൽ അതും നോക്കുക, ഇപ്പൊ നിലവിലുള്ളതും നോക്കുക. ഓക്കെ, ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ വിവരാവകാശ കമ്മീഷൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ വിവരാവകാശ കമ്മീഷൻ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ 20 ടോപ്പിക് കിട്ടിയല്ലോ. ഓക്കെ, സെറ്റ് ആണോ? സെറ്റ് ആണെങ്കിൽ എസ് എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? ഓക്കെ, അപ്പൊ നമ്മുടെ കമന്റ് സെഷൻ എപ്പോഴും ആക്റ്റീവ് ആക്കി വെച്ചോണേ. അടുത്തത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്തായാലും ചോദിക്കും. പുതിയ പദ്ധതികളായാലും ഓൾറെഡി ഉള്ള പദ്ധതികളായാലും എപ്പോഴും ചോദിക്കാറുണ്ട് കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ. ഇനി കേരള സാഹിത്യ പുരസ്കാരം, കറണ്ട് അഫയേഴ്സുമായി ബേസ് ചെയ്തിട്ടുള്ള കേരള സാഹിത്യ പുരസ്കാരം നോക്കിയിരിക്കുക. പരിസ്ഥിതി പ്രസ്ഥാനം, ചിപ്കോ പ്രസ്ഥാനം, അതുപോലെ നർമ്മദ ബച്ചാവോ ആന്തോളൻ, അപ്പിക്കോ പ്രസ്ഥാനം, നവധാന്യ പ്രസ്ഥാനം, ഇതൊക്കെ നോക്കുക. ചിപ്കോ പ്രസ്ഥാനം പ്രധാനപ്പെട്ടതാണ്. ഇനി ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളുടെയും കൃതികൾ എടുത്തു പഠിച്ചു വെക്കണം. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അവരെ പറ്റി എടുത്തു പഠിക്കണം എന്നാണ്. ഇവിടെ പറയുന്ന അവരുടെ കൃതികൾ എടുത്തു പഠിച്ചേക്കണം. ഓക്കെ, അടുത്തത് വിദ്യാഭ്യാസ കമ്മീഷനുകളാണ്. കോത്താരി കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ, ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ പോലുള്ള വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ച് പഠിക്കുക. SCERT ബേസ്ഡ് ആയിട്ട് ടേബിളിനകത്ത് കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാലും മതി. അതുമായിട്ട് ചുറ്റിപ്പറ്റി തന്നെ ചോദിക്കുള്ളൂ. പിന്നെ പുതിയ വിദ്യാഭ്യാസ നയവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കും. അപ്പൊ ഞാൻ മൊത്തത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ദേശീയ ഗാനം, ദേശീയ ഗീതം എന്തായാലും ചോദിക്കും. ദേശീയ ഗാനം, ദേശീയ ഗീതം. രാജാറാം മോഹൻ റോയ് നിരവധി തവണ ചോദിച്ചിട്ടുള്ളതാണ്. രാജാറാം മോഹൻ റോയ് എന്തായാലും നോക്കി വെച്ചേക്കാം. പാരീസ് ഒളിമ്പിക്സ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിയോ. നമ്മുടെ ഹർഷിതം എജുടെക് ആപ്പിൽ കോഴ്സ് എടുത്തിട്ടുള്ള ആൾക്കാർ, കമ്പനി LGSന്റെ കോഴ്സ് റണ്ണിംഗ് ആണ്, കോഴ്സ് എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പാരീസ് ഒളിമ്പിക്സ് ഒക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കമ്പനി LGSന്റെ ബാച്ച് റണ്ണിംഗ് ആണ്. 1399 ഫീസ് വരുന്നുള്ളൂ. പ്രിലിംസ് മെയിൻസ് ഇൻക്ലൂഡഡ് ആണ്. മെയിൻസ് എക്സാം കഴിയുന്നത് വരെ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. നിങ്ങൾ ഹർഷിത എജുടെക് ആപ്പിൽ കയറിയിട്ട് സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും അതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. ഡിഗ്രി പ്രിലിംസിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രിലിംസ് എക്സാം കഴിയുന്നത് വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. 1499 ഫീസ് വരുന്നുള്ളൂ. അതിനകത്ത് എല്ലാം ഫുൾ സിലബസ് കവറേജ് ആണ് ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട്. അപ്പൊ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഡിഗ്രി പ്രിലിംസ് പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അടുത്തത് രക്തം, രക്തകോശങ്ങൾ എന്തായാലും നോക്കുക. രക്തവും രക്തകോശവും. വൃക്കയെ പറ്റി. അപ്പൊ മനുഷ്യ ശരീരം പഠിക്കുമ്പോഴത്തേക്കും കണ്ണ്, ചെവി, വൃക്ക, രക്തം, രക്തകോശങ്ങൾ, മസ്തിഷ്കം ഇത്രയും പഠിക്കുക. SCERT ബേസ്ഡ് ആയിട്ട് തന്നെ പഠിച്ചാൽ മതി. അതിനെ ചുറ്റിപ്പറ്റി തന്നെ ചോദ്യങ്ങൾ വരത്തുള്ളൂ. 30 ടോപ്പിക് കിട്ടിയല്ലോ. അടുത്തേക്ക് പോകാം. അപ്പൊ നമ്മുടെ LGSന്റെ ബാച്ചിന്റെ കാര്യം മറക്കണ്ട. അഡ്മിഷൻ എടുക്കാത്തവർ ഇപ്പൊ തന്നെ പോയി അഡ്മിഷൻ എടുത്തോളാം. ഓക്കെ, രോഗങ്ങളും രോഗകാരികളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ വിറ്റാമിനുകളും അപര്യാപ്തത രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളും പറഞ്ഞു. ഇവിടെ ഞാൻ പറയുന്നത് രോഗങ്ങളും രോഗകാരികളും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കാനുള്ളത് ബാക്ടീരിയ രോഗം, വൈറസ് രോഗം, ഫംഗസ് രോഗം, പ്രോട്ടോസോവ രോഗം, പിന്നെ ഈ രോഗങ്ങൾ ബാധിക്കുന്ന ശരീര അവയവങ്ങൾ നോക്കുക, അത് നോക്കിയിരിക്കുക. പിന്നെ രോഗകാരികളുടെ പേരുണ്ടല്ലോ, ഏത് ബാക്ടീരിയ ആണ് ബാധിക്കുന്നത്, അങ്ങനെ രോഗകാരികളുടെ പേരൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. അടുത്തത് ആറ്റവും ആറ്റത്തിന്റെ ഘടനയും. ഇതൊക്കെ പഠിക്കുമ്പോൾ SCERTയും കൂടി ഫോക്കസ് ചെയ്ത് പഠിച്ചേക്കണം. SCERTയിലുള്ള അതേ സെയിം ചാപ്റ്റേഴ്സ് എടുത്ത് പഠിച്ചേക്കണം കേട്ടോ. അടുത്തത് ഊർജ്ജ പരിവർത്തനങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഇലക്ട്രിക് ഫാൻ കറങ്ങുമ്പോൾ എന്ത് ഊർജ്ജ പരിവർത്തനമാണ് അവിടെ നടക്കുന്നത്? ഇലക്ട്രിക് ഫാൻ കറങ്ങുമ്പോഴത്തേക്കും ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നു.
ഐസോടോപ്പുകളെ പറ്റി പഠിച്ചു വെച്ചേക്കുക. ചലനവും ചലന സമവാക്യങ്ങളും പഠിച്ചു വെക്കുമല്ലോ, ചലനവും ചലന സമവാക്യവും. പിന്നെ മനുഷ്യന്റെ ശ്രവണ പരിധി, അത് കുറച്ചേ പഠിക്കാനുള്ളൂ. മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുമ്പോൾ 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിന്റെ ശ്രവണ പരിധി. അതിന് താഴേക്കുള്ള സൗണ്ട് ഇൻഫ്രാസോണിക്, അതിന് മുകളിലേക്കുള്ളത് അൾട്രാസോണിക് ആണ്. അപ്പൊ ഈ ഇൻഫ്രാസോണിക് സൗണ്ട് കേൾക്കാൻ പറ്റുന്ന ജീവികൾ ഏതെല്ലാം, അൾട്രാസോണിക് ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റുന്ന ജീവികൾ ഏതെല്ലാം SCERT-യിലുണ്ട്. അത് ബേസ് ആയിട്ട് പഠിച്ചാൽ മതി. പിന്നെ മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുമ്പോൾ ആ ഒരു നമ്പർ 20 ഹെർട്സ് മുതൽ 20,000 20,000 ഹെർട്സ് വരെ അല്ലെങ്കിൽ 20 കിലോ ഹെർട്സ് വരെ ആ ഒരു നമ്പർ നിങ്ങൾ പഠിച്ചേക്കാം. അപ്പൊ ഇത്രയും പറയുമ്പോൾ അതിന്റെ ബാക്കിലേക്കുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കുക. ഇൻഫ്രാസോണിക്കും അൾട്രാസോണിക്കും സെറ്റ് അല്ലേ, SCERT-യിലുണ്ട്, അത് തന്നെ വെച്ച് പഠിച്ചാൽ മതി. അടുത്തത് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വർഷങ്ങൾ നോക്കണേ. കറണ്ട് അഫെയർ ആയിട്ടും ചോദിക്കും, കുറച്ച് ബാക്കിലേക്കും കൂടി നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. അടുത്തത് റിട്ടുകൾ പഠിക്കുമല്ലോ, 5 തരത്തിലുള്ള റിട്ടുകൾ പഠിക്കാം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമല്ലേ, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമല്ലേ, അത് നിങ്ങൾ മിസ്സാക്കി കളയരുത്, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കും. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 3 അംഗ കമ്മീഷൻ, അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു, ഫസൽ അലി, അതിലുൾപ്പെട്ട മലയാളി ആരാണ്, ഈ വക ചോദ്യങ്ങളൊക്കെ. ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഇതിന് സഹായം നൽകിയ രാജ്യങ്ങൾ, ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു, ആ വക കാര്യങ്ങളൊക്കെ. അപ്പൊ 40 ടോപ്പിക് കിട്ടിയല്ലോ, ഇനി ഒരു 10 കൂടെ ഉള്ളൂ. അയിരുകളും ലോഹങ്ങളും, സിങ്കിന്റെ പ്രധാനപ്പെട്ട അയിര് കലാമിൻ എപ്പോഴും ചോദിക്കാറുണ്ട്. അതുപോലെ ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്, അലുമിനിയത്തിന്റെ അയിരാണ്, ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ അയിരുകളും ലോഹങ്ങളും അയിരുകളും ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിൾ അങ്ങ് പഠിച്ചു വെച്ചേക്കാം. നിറങ്ങൾ നൽകുന്ന രാസവസ്തുക്കൾ, അതായത് ചുവപ്പ് നിറം നൽകുന്ന രാസവസ്തു ഏത്, മഞ്ഞ നിറം നൽകുന്ന രാസവസ്തു ഏത്. അപ്പൊ ഇത് നമ്മൾ കെമിസ്ട്രിയും ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന കാര്യമാണ്. ഓക്കെ. അടുത്തത് മസ്തിഷ്കം, നേരത്തെ പറഞ്ഞു. മനുഷ്യരുടെ കുറിച്ചുള്ള പൊതു അറിവ് പഠിക്കുമ്പോൾ രക്തം, രക്തകോശം, വൃക്ക, കണ്ണ്, ചെവി, മസ്തിഷ്കം, ഇവയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഹൃദയം അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ചോദിക്കാറുണ്ട്. ഹൃദയം കൂടെ നോക്കി വെച്ചോളൂ കേട്ടോ. അടുത്തത് ലോക്സഭ, രാജ്യസഭ, ഉപരിസഭയും അധോസഭയും നോക്കുക. പ്രകാശ പ്രതിഭാസം, വിസരണം, പൂർണ്ണാന്തര പ്രതിപതനം, അപവർത്തനം, വിഭങ്കനം, ഈ വക കാര്യങ്ങളൊക്കെ എക്സാമ്പിൾ അടക്കം ഓർത്തിരിക്കുക. ഓക്കെ. ഇന്ത്യയിലെ കാർഷിക കാലങ്ങൾ ഉണ്ടല്ലോ, ഖാരിഫ്, റാബി, സെയ്ദ്, 3 കാർഷിക കാലങ്ങൾ പഠിക്കുക. ഈ കാർഷിക കാലങ്ങളിൽ ഉൾപ്പെട്ട വിളകളും കൂടി നോക്കിയിരിക്കുക. സങ്കര ഇനത്തിലുള്ള കാർഷിക വിളകൾ, പയറിന്റെ സങ്കര ഇനം, തെങ്ങിന്റെ സങ്കര ഇനം, ഇനി തക്കാളിയുടെ സങ്കര ഇനം, അപ്പൊ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. മുളകിന്റെ സങ്കര ഇനം, വെണ്ടയുടെ സങ്കര ഇനം, ഇതൊക്കെ പഠിച്ചു വെച്ചേക്കുക. പത്മ പുരസ്കാരം 2026-ലെയും പഠിക്കണം, 2025-ലെയും പഠിച്ചു വെച്ചേക്കണേ. ഇനി കേരളത്തിലെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ, ഏലം ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു, പുൽത്തൈല ഗവേഷണ കേന്ദ്രം, അതുപോലെ വാഴപ്പഴ ഗവേഷണ കേന്ദ്രം, ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഗവേഷണ സ്ഥാപനങ്ങൾ പഠിക്കുമല്ലോ. അടുത്തത് പ്രവൃത്തി അഥവാ വർക്ക്, പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, ആ ഡിഫറൻസിയേഷൻ ഒക്കെ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ. അപ്പൊ ഇത്രയാണ് 50 ഹോട്ട് ടോപ്പിക്സ്. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണണേ, എന്നാലും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ PDF വേണമെന്നുണ്ടെങ്കിൽ S എന്ന് താഴെ കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ LGS ബാച്ചിന്റെ കാര്യം മറക്കണ്ട, സീറ്റുകൾ പരിമിതമാണ്, അതുകൊണ്ട് നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പിച്ചോളാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോകാമോ? കാരണം ഇത്രത്തോളം നമ്മൾ എഫേർട്ട് എടുത്ത് ഓരോ വീഡിയോയും ചെയ്യുമ്പോൾ നിങ്ങൾ തിരിച്ചും കൂടി സപ്പോർട്ട് ചെയ്ത് എന്നും കൂടെ നിൽക്കുക. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.